എന്റെ അഭിപ്രായത്തിൽ ആദ്യം അവരോട് അതിജീവിതയോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. താങ്കൾക്ക് നീതി കിട്ടി, ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അഭിമാനിച്ചോളൂ. വാളയാറിലെയും ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകളെയും അങ്ങനെ ആയിരക്കണക്കിന് വിക്ടിംസ് നരകിക്കുകയാണ്. ഒരു പ്രോസിക്യൂട്ടർ ഇല്ലാതെ മധുവിന്റെ കേസ് എത്ര വർഷക്കാലമാണ് മുന്നോട്ട് കൊണ്ടുപോയത്? എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ എന്തിനാ ഇവിടെ വന്നിരുന്നു കൊണ്ട് സൂപ്പർ കോടതി വരുന്നത്? നിങ്ങൾ എന്തിനാ സൂപ്പർ കോടതി പറയുന്നത്? ശ്രീജിത്ത് പെരുമന, ഇന്നിപ്പോ അതിജീവിത പങ്കുവെച്ച പോസ്റ്റിൽ എന്തുകൊണ്ട് ഈ സംവിധാനത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിരുന്നു എന്ന് എണ്ണമിട്ട് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. അതിൽ അങ്ങയുടെ കമന്റ് എന്താണ്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ആ കമന്റിലേക്ക് വരുന്നതിന് മുമ്പ് അന്ധനും മൂകനും ബധിരനും ആനയെ കാണുമ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പഴയ കഥയില്ലേ, ആ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 9 വർഷമായി ഈ വിധി കേട്ട്, വാദം കേട്ട്, സാക്ഷികളെ കേട്ട്, മെറ്റീരിയൽസ് പരിശോധിച്ച് തെളിവുകൾ എടുത്ത് വന്നിട്ടുള്ള ഒരു വിധിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പാനലിസ്റ്റ് ഇരിക്കുന്ന എത്ര ആളുകൾ ഇത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു അഭിഭാഷക ഇപ്പോൾ റിഫോർമേറ്റീവ് തിയറിയും എന്താണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന മറ്റു തിയറികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആപ്ലിക്കബിൾ ആണെന്നേ. എല്ലാ തിയറീസും പരിശോധിച്ചുകൊണ്ടാണ്, ഓരോന്നിനും കൃത്യമായിട്ടുള്ള ജഡ്ജിന്റെ റീസണിങ് കൊടുത്തുകൊണ്ടാണ് ഇത്രയും പേജ് ഉള്ളത്. എന്താ എന്റെ ഉദ്ദേശം? മാധു ചോദിച്ച സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അവരുടെ കാർഡ് നോക്കുമായിരുന്നു, അവരുടെ മറുപടി നോക്കുമായിരുന്നു. ആദ്യത്തെ അവരുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ ഈക്വൽ അല്ല, സം ആർ മോർ ഈക്വൽ എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് അതിജീവിതയുടെ. എന്റെ അഭിപ്രായത്തിൽ ആദ്യം അവരോട് അതിജീവിതയോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. താങ്കൾക്ക് നീതി കിട്ടി, ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അഭിമാനിച്ചോളൂ. വാളയാറിലെയും ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകളെയും അങ്ങനെ ആയിരക്കണക്കിന് വിക്ടിംസ് നരകിക്കുകയാണ്. ഒരു പ്രോസിക്യൂട്ടർ ഇല്ലാതെ മധുവിന്റെ കേസ് എത്ര വർഷക്കാലമാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ആരും പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ വേണ്ടി പോകുന്നില്ല എന്നേ. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഗ്യാഗ് ഓർഡർ, അവർ പറഞ്ഞിരിക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അവർ പറഞ്ഞിരിക്കുന്ന പ്രൈവസി, അവർ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്, വനിതാ ജഡ്ജ്, അവർ പറഞ്ഞിരിക്കുന്ന പ്രോസിക്യൂട്ടർമാർ, ഇതെല്ലാം അവർക്ക് കിട്ടിയിട്ടില്ലേ? ഇങ്ങോട്ട് വന്നേ നീ. അപ്പോ താങ്കൾ അറ്റ്ലീസ്റ്റ് പ്രിവിലേജ്ഡ് ഇരയെങ്കിലുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനേക്കാൾ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിന്റെ ഒരു 7 അയലത്തുള്ള ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇക്വാലിറ്റിയും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് ചോദ്യം ചെയ്യാൻ മാധു 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മാസമോ ഒന്നും മാറ്റി വെച്ചിട്ടുമില്ല എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് വിരിക്കുകയാണ്. ഞാൻ അതിജീവിതയുടെ ചോദ്യങ്ങളിലേക്ക് വരാം. My fundamental rights were not protected. നടത്തി പോകാൻ കഴിയില്ല. ശ്രീജിത്ത് പെരുമ, ഇത് നോക്കൂ. അങ്ങ് ഒന്നാമത്തെ കാര്യം എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒന്നാമത്തെ കാര്യം, ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അവർ ആശ്വസിക്കേണ്ടത്. അങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്ന മനസ്ഥിതി അവർക്കുണ്ട് എങ്കിൽ ഈ വിധി മാറുമെന്ന് കരുതിയല്ല പൊതുസമൂഹത്തോട് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഉരയുന്ന വേദനയാണ്. അത് സ്വന്തം കത്തിക്കൊണ്ട് തെളിയിക്കുന്ന ഒരു വെളിച്ചമാണ്. അവിടേക്ക് നിങ്ങൾ ഈ പറയുന്ന അങ്ങ് നേരത്തെ നടത്തിയ പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കൊണ്ട് അത് അടച്ചു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുകൊണ്ടാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ അടക്കം ഈ ദിവസം പുറത്തു വരുന്നത്. അവർ ഈ കേസിൽ കോടതിയിൽ നടന്ന വിധി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും കാണാത്ത ആന, അതിനെക്കുറിച്ചല്ല പറയുന്നത് എന്നെങ്കിലും മിനിമം അങ്ങ് മനസ്സിലാക്കൂ. ഞാൻ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. മാധു, കഥാപ്രസംഗം പറയാനല്ലോ നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മുടെ ബഹുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കിട്ടാത്ത ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഫെബ്രുവരി 17, 2017 നടന്ന സംഭവം, ഗ്യാങ് റേപ്പ് നടന്നു. അതാണ് അവരുടെ ആരോപണം. ആരാണെന്ന് ആ രാത്രി തന്നെ ഈ പറയുന്ന അതിജീവിത കൃത്യമായി പറഞ്ഞു. ഞാൻ ഗോവയിൽ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന സിനിമയിലെ ഡ്രൈവറാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അടിപൊളി. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മാർട്ടിനെ കൃത്യമായിട്ട് ആ വീട്ടിൽ PW5 വീട്ടിൽ, അതായത് ലാലിന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്കും മകനും ലാലിനും PT തോമസിനും ആൻഡോ ജോസഫിനും ഒക്കെ അറിയാം. പിടിച്ച് കയ്യോടെ കൊടുക്കുകയും ചെയ്തു. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.
അവർ ഗൂഢാലോചന നടത്തി, തന്നെ ഗ്യാങ് റേപ്പ് ചെയ്തു, തന്നെ തട്ടിക്കൊണ്ടുപോയി, ഇതെല്ലാമാണല്ലോ. ഇതെല്ലാം സംശയാതീതമായി ബിയോണ്ട് എനി റീസണബിൾ ഡൗട്ട് തെളിഞ്ഞു മാധു. അതിന് ഉപോത്ബലകമായിട്ടുള്ള ശിക്ഷയും കൊടുത്തു. അപ്പോ ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആരോപണം എന്താണോ പ്രോസിക്യൂഷന്റെ ആരോപണം ഇതാണെന്നേ ആദ്യത്തെ മനസ്സിലാകാത്ത ഞാൻ 2 തവണ കഥാപ്രസംഗം നടത്തി ചോദിച്ചിട്ടും അങ്ങേക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് വിധിയെക്കുറിച്ചല്ല, ഞാൻ പറയുന്നത് ആ കേസിന്റെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഞാൻ അങ്ങയോട് ചോദിച്ചത് ഇതൊന്നുമല്ല ശ്രീജിത്ത് പെരുമന. ഈ കാലത്തിന് ശേഷം ദാ നോക്കൂ, ഈ 6 കാര്യങ്ങളെന്ന് ഞാൻ എണ്ണി പറഞ്ഞു. അതിലുള്ള അങ്ങയുടെ കമന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങേക്ക് മിണ്ടാൻ കഴിയില്ലേ? പ്രശ്നം എടാ, നിനക്കിപ്പോ പ്രശ്നം എന്താണ്? കാര്യമല്ല ഞാൻ പറയണത്. ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തിട്ടില്ല, ശിക്ഷ കിട്ടി. 6 ഗൂഢാലോചന നടത്തിയ പ്രതികൾക്ക് 6 പേർക്കും ശിക്ഷ കിട്ടി, ആനുപാതികമായിട്ട് ശിക്ഷ കിട്ടി. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ഇതാണ് ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി തുറന്നു പരിശോധിച്ചതും കണ്ടെത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ അങ്ങേക്ക് പറയാനില്ല. അങ്ങേക്ക് പ്രോസിക്യൂഷൻ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ക്രൈം തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. ക്രൈം തെളിയിക്കപ്പെട്ടില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നീ മേടിച്ചോ? ഒരിക്കലും അല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞത് പിൻവലിക്കേണ്ടി വരും. ഞാൻ ഈ ഒരു കാര്യം പറയാം. പ്രോസിക്യൂഷൻ ആണല്ലോ കേസ് നടത്തുന്നത്. അജകുമാർ സാറാണല്ലോ പ്രോസിക്യൂഷൻ നടത്തുന്നത്. എന്താ പിന്നെ ഈ താങ്കൾ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഈ ജഡ്ജ്മെന്റിന്റെ 1522 പേജിൽ പറയുക വളരെ കൃത്യമായിട്ട്. അതൊന്ന് വായിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ഈ അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേസ് നടത്തുന്ന ജയകുമാർ സാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, കോടതിയിൽ പറഞ്ഞത് കോടതിയുടെ റെക്കോർഡായിട്ട് 1522 പേജിൽ വന്നിരിക്കുക. അജകുമാർ സാറിന്റെ തന്നെ ആർഗ്യുമെന്റ് നോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ദിവസം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുകയാണ്, ദാറ്റ് മെമ്മറി കാർഡ് ഈസ് ഇൻടാക്ട്. അതെവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പുറത്തു പോയിട്ടില്ല, ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആയിട്ടില്ല എന്ന്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. ആദുവിന് ലീക്കായി, മറ്റേ TV ചാനലുകൾക്ക് ലീക്കായി, റിപ്പോർട്ടറിന് ലീക്കായി, നിങ്ങൾക്കൊക്കെ ലീക്കായി, ഈ പറയുന്ന അഡ്വക്കേറ്റിന് ലീക്കായി. പക്ഷേ ഈ പ്രോസിക്യൂട്ടർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങ് മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല. പിന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നൽകിയത് എന്നുള്ള കാര്യമടക്കം അങ്ങയുടെ ആവശ്യപ്രകാരം തിരികെ കയറ്റിയതാണ് ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം ഞാനിട്ട് പിൻവലിക്കേണ്ട കാര്യവുമില്ല. വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും രസമാണ് ഇവിടെ. മാധു ഇതിനെ സ്കാൻഡലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗൂഢാലോചന സിദ്ധാന്തമുള്ള ആളുകളുടെ 8ാം പ്രതിയാണ് പിന്നെ തീവ്രവാദി, 8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പേഷ് എന്ന് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ ആ തിയറി പ്രകാരം ഞാനൊരു ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ശ്രീജിത്ത് പെരുമന, ഒറ്റ മിനിറ്റ്. 8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പിസ്റ്റ് എന്ന് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ എന്തിനാ ഇവിടെ വന്നിരുന്നു കൊണ്ട് സൂപ്പർ കോടതി വരുന്നത്? നിങ്ങൾ എന്തിനാ സൂപ്പർ കോടതി ചെയ്യുന്നത്? ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? ഒരു മര്യാദ വേണ്ടേ? അല്ലേ? അല്ല, നിങ്ങൾ എല്ലാവരും ശ്രീജിത്ത് പെരുമന പറഞ്ഞു കേവലം നിങ്ങൾക്ക് സ്ത്രീകൾ കൂടിയിരിക്കുന്ന സ്ഥലം കേവലം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും പരിമിതികളുള്ളവരോടും പരിഹാസം. മറ്റ് ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ടറിയാമോ? ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ടറിയാമോ? ഈ പാനലിലിരിക്കുന്ന ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.